നമ്മളിങ്ങനെ കടയിൽ പോയപ്പോൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എബിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. എബിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സർപ്രൈസാണ്. അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ആദ്യം ഓർമ്മിക്കാതെ പാട്ട് ഓൺ ചെയ്തു. പെട്ടെന്ന് ഓടി വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തതാണ്, കാരണം ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. എബിയുടെ എക്സ്പ്രഷൻ നോക്കാം. സംഭവം ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. സംഭവം ഇതാണ്. സർപ്രൈസ് കൊടുക്കാം. Welcome to MP Music World. Bluetooth mode. എങ്ങനെയുണ്ട്? ഞാൻ പാട്ടില്ല. ആ ലൈറ്റ് ഓഫ് ചെയ്ത് ഭയങ്കര വെട്ടം. ഞാൻ ഫോണിൽ നിന്ന് കേൾക്കണമല്ല നേരത്തെ പറഞ്ഞ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാത്തത്. ആദ്യം ഇത് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നു, അപ്പോൾ അടുത്തത് വാങ്ങിച്ചു തരാം. ഇഷ്ടപ്പെട്ടാ? എനിക്ക് നോക്കട്ടെ. ഹായ്, ഹലോ, എല്ലാവർക്കും ഈ ഒരു സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? എബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ശനിയാഴ്ച വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, അവനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ പള്ളിയിലോട്ട് പോവാണ്. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ആദ്യം 2 തവണ വീട്ടിലോട്ട് കയറി നിന്നു. 3ാമത്തെ തവണ എന്തായാലും പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങ് പോയതാണ് കേട്ടോ. അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞു. ആരാധന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോക്കുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ വന്നില്ലെങ്കിൽ എന്തോ വലിയൊരു ഭാരം എടുത്ത് വെച്ചതുപോലെയാണ് മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, വീട്ടിലായിരുന്ന സമയത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം പള്ളിയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയും മുടങ്ങാതെ തന്നെ പള്ളിയിലോട്ടും വരുമായിരുന്നു കേട്ടോ. ആ ഒരു പതിവാണ്. ഇവിടെ വരുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ചില സമയത്ത് അത് പറ്റാറില്ല. ചില സമയത്ത് എൻ്റെ വീട്ടിലോട്ട് പോകാറുണ്ട്. അതൊക്കെ കൊണ്ടാണ്. ഇവിടെ നിന്നാൽ പോലും വയ്യെങ്കിൽ പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവിടെ പിന്നെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് നടന്നായാലും പോകാമല്ലോ. പള്ളിയിൽ ആരാധന എല്ലാം കഴിഞ്ഞതിന് ശേഷം സൺഡേ സ്കൂളായിരുന്നു. അപ്പോൾ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എനിക്ക് 2 ക്ലാസ് 2 കുട്ടികളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവർക്ക് 2 ക്ലാസ്സും എടുത്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വെങ്ങാനൂർ വന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതും വാങ്ങിച്ചു. ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം വീഡിയോ ചെയ്യാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ജസ്റ്റ് കഴിക്കാനായിട്ട് 3 ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ഒന്ന് വീഡിയോ എടുത്താലെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ ഐസ്ക്രീം കുടിച്ചു. അതിൽ ഞാൻ ഐസ്ക്രീം കുടിക്കുന്നത് മാത്രമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ ഇൻസ്റ്റയിൽ ഞാനത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസും ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ആ ഒരു വീഡിയോ പോകുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്നതൊക്കെ വീഡിയോ ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും. അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴൊക്കെ ചിലർക്കൊക്കെ ഇഷ്ടം ആവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. അത് നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പവും ചമ്മന്തിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എബി തന്നെ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിയത് ആ ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ അത് വെച്ചിട്ട് അവർ തന്നെ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് പാടുന്നുണ്ടായിരുന്നു. നല്ല ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ വീഡിയോ എടുത്തുന്നു. ഇനിയും വീഡിയോ എടുത്തുന്ന നല്ല ലേറ്റ് ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കാപ്പി ഉണ്ടാക്കാൻ നിന്നു. അപ്പോൾ നേരത്തെ ഇട്ട വീഡിയോ, അതായത് ഞാൻ കഴിച്ചത് എന്താണെന്ന് കാണിച്ചത്, അതിന് മുമ്പ് ഞാൻ ഓർമ്മിക്കാതെ അപ്ലോഡ് ചെയ്തതായിരുന്നു. പിന്നെ അത് എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വോയിസ് കൊടുത്ത സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇനി മാറ്റാനൊന്നും നിൽക്കുന്നില്ല, ഇനിയും താമസിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടാണ് ഓരോ വീഡിയോയും പോസ്റ്റ് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഒട്ടും സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്ത് അടുക്കളയിൽ നിൽക്കും. ചില സമയത്ത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ മറന്നു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയും ചെയ്യാറില്ല. പിന്നെ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എന്തെങ്കിലും പാട്ടൊക്കെ വെച്ചിങ്ങനെ കേൾക്കും അത്ര തന്നെ. അല്ലാതെ വേറെ ഒന്നും ഡാൻസൊക്കെ ചെയ്തൊക്കെ നിൽക്കണമെന്നൊക്കെ വിചാരിക്കും. ചില സമയത്ത് ചമ്മലായിരിക്കും ചേട്ടനൊക്കെ നിൽക്കുന്ന സമയത്ത്. ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്തൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെയാണ് കേട്ടോ.
അപ്പോൾ ഞാനിങ്ങനെ പതിവായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിലങ്ങനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഡാൻസൊക്കെ ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്തും നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. മിക്കവാറും ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്തൊക്കെ ആയിരിക്കും ഇതുപോലെ ഡാൻസൊക്കെ ചെയ്തൊക്കെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോയത്. പിന്നെ കുടുംബശ്രീക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ കാപ്പിയെ കുടിച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് ചടപടാന്ന് പറഞ്ഞിട്ടായിരുന്നു അടുക്കളയിലെ ജോലിയൊക്കെ ഒതുക്കിയത്. നേരത്തെ പോകണം, കമ്മിറ്റിക്ക് പോകണം, കുറച്ച് നേരം അവിടെ ഇരിക്കണം. ഞായറാഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ ഞാനും ബീന, സ്നേഹ, അശ്വിനിയൊക്കെ ഒരുമിച്ചൊക്കെ ഇരിക്കുമെങ്കിൽ പോലും ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് കുറേ നേരം സംസാരിക്കാനൊക്കെ നമുക്ക് ടൈം കിട്ടുന്നത് ഈ ഒരു കുടുംബശ്രീക്ക് പോകുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് സംസാരിച്ചൊക്കെ ഇരിക്കും. ആ ഒരാഴ്ചയിൽ ഒരിക്കലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചൊക്കെ കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിയലും ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ച് ഞങ്ങൾ കഴിച്ചു. ഞാനും അശ്വിനി നേരെ കമ്മറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബീനയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച പ്ലം കേക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ കുടുംബശ്രീ കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ വാർഡ് തല മീറ്റിംഗ് ഇപ്പോൾ 6-ാം തീയതി ഉണ്ട്. ഇത് കുറേ നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇതിപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്നതും എടുക്കുന്നതെല്ലാം ഈ വാർഡ് തല മീറ്റിങ്ങും ഗ്രാമസഭയൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതുപോലെ 6-ാം തീയതി അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അശ്വിനി ഇടിയപ്പം വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്നേഹ ഇന്ന് ബീനയുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇടിയപ്പവും ബിരിയാണിയൊക്കെ ആയിട്ട് നമ്മളിന്ന് കഴിച്ചത്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ പതിവാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ആരുടെയെങ്കിലും ഒരാളെ വീട്ടിലാണ് കമ്മിറ്റിയെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും. അതൊക്കെ ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ്. എനിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് കേട്ടോ സമയം പോകുന്നത് ഞങ്ങളുടെ. പിന്നെ കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാനും സ്വാതിയും ആളും അശ്വിനിയൊക്കെ ഒരുമിച്ച് വീട്ടിലോട്ടേക്ക് നടന്നു പോകുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അശ്വിനിക്കൊന്ന് ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിച്ചു. സ്കൂട്ടി എടുത്തു ഡ്രൈവ് ചെയ്തു കേട്ടോ. വേറെ ആരെങ്കിലും സ്വാതിയുടെ വണ്ടി എടുത്ത് കുറച്ച് നേരം ഒന്ന് ഡ്രൈവ് ചെയ്തു കേട്ടോ. അപ്പോൾ അവൾക്ക് ഓട്ടിക്കാനൊക്കെ അറിയാം. കുറേ നാൾ മുന്നേ നന്നായിട്ട് ഓട്ടിക്കുമായിരുന്നു കേട്ടോ. പിന്നീട് അവൾക്ക് പിന്നെ വണ്ടിയൊക്കെ ഓട്ടിക്കാൻ കിട്ടാതൊക്കെ ആയ സമയത്ത് പിന്നെ അങ്ങനെ ഓട്ടിക്കാതിരുന്നപ്പോഴത്തേക്കും ആ ഒരു ഫ്ലോ അങ്ങ് മാറിപ്പോയി. അത്രയേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് ഓട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ റോഡ് വലിയ ഇതായതുകൊണ്ട് തന്നെ ഓട്ടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. എന്നാലും കുഴപ്പമില്ല, സ്വാതി പുറകെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞ് സൺഡേ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.